ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അമ്മൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ചോറിന്റെ കൂടെ കറിയൊന്നും ഇല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന ചില സമയങ്ങൾ ഉണ്ടാവത്തില്ലേ? ഉണ്ടാവും. അപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് തക്കാളിയും തൈരും കൂടിയിട്ടൊരു തക്കാളിക്കറി എന്ന് പറയും. തക്കാളിക്കറി എന്നല്ല ആക്ച്വലി എന്റെ പേര്, തക്കാളി തൈരിട്ടതെന്ന് പറയും. നമ്മുടെ നാട്ടിലൊക്കെ തക്കാളി തൈരിട്ടതെന്നാണ് പറയുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് പല പേരുകളൊക്കെ ആയിരിക്കും. എന്തുവാണെങ്കിലും ഒരു സംഭവമായിരിക്കേ. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. മിക്കവർക്കും അറിയായിരിക്കും, അറിയാത്തവർ കൂടെ കുടിക്കും. അടുപ്പിൽ വെച്ചിരിക്കുന്ന പാത്രം അങ്ങോട്ട് ചൂടായിക്കനെ എണ്ണ ഒഴിക്കുക, കടുകിടുക, കറിവേപ്പില ഇടുക, വറ്റൽമുളക് പൊടിച്ചും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം എന്താണ്, നമ്മൾ കുഞ്ഞു അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ഇട്ട് അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി. ഒരുപാട് വഴറ്റാൻ നിൽക്കണ്ട കേട്ടോ, കരിഞ്ഞു പോകും. അതിനുശേഷം കുഞ്ഞു അരിഞ്ഞിരിക്കുന്ന, അത് നീളത്തിൽ തന്നെ അരിഞ്ഞിരിക്കുന്ന സവോളയും കൂടെ നേട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പം അതിനുശേഷം നമുക്ക് ചെറിയ ടൊമാറ്റോ ആണ് ഇവിടെ ഉണ്ടായിരുന്നത്, നിങ്ങൾക്ക് വലിയ ടൊമാറ്റോയിൽ ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് മുളക് പൊടി, മസാലയായിട്ട് ഇത്രേ ചേർക്കുന്നുള്ളൂ. അത് ചെറുതായിട്ട് ആ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പരുവമാണ് ഇതിന്റെ കറക്റ്റ് പരുവം. അതിനുശേഷം 2 തവണ തൈരും കൂടി ഇട്ടതിന് നമ്മുടെ തക്കാളി തൈരിട്ടത് ഇവിടെ റെഡി ആയിരിക്കണം. ഇനി ഇപ്പൊ അങ്ങോട്ട് ചോറെടുക്കുക, വിളമ്പുക, കഴിക്കുക. ദാറ്റ്സ്